ഹായ് ഓൾ, വെൽക്കം ടു ഗോ ലേണേഴ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്കൽ സ്ട്രക്ചറിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ആദ്യം തന്നെ മൊഡ്യൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മൊഡ്യൂളിൽ വരുന്ന സിലബസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതെല്ലാമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് മൊഡ്യൂളിലേക്ക് പോകാം. ആദ്യം തന്നെ വരുന്നത് പ്രൊപ്പോർഷൻ. വാട്ട് ഈസ് എ പ്രൊപ്പോർഷൻ? എ പ്രൊപ്പോർഷൻ ഈസ് എ ഡിക്ലറേറ്റീവ് സെന്റൻസ് ദാറ്റ് ഈസ് എ സെന്റൻസ് ദാറ്റ് ഡിക്ലെയർ എ ഫാക്ട് ദാറ്റ് ഈസ് എയ്തർ ട്രൂ ഓർ ഫാൾസ് ബട്ട് നോട്ട് ബോത്ത്. ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ആണ്. അതെന്തായിരിക്കണം? ഏത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം. പക്ഷെ രണ്ടും കൂടി വരുന്ന ഒരു ആൻസർ ആകരുത്. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, അത് അല്ലെങ്കിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ അത് ഫാൾസ് ആകണം. ട്രൂവും ഫാൾസും വരുന്ന കണ്ടീഷൻ എന്തല്ല? പ്രൊപ്പോർഷൻ അല്ല. ഇത് കുറച്ചുകൂടി എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാവും. വാഷിംഗ്ടൺ DC ഈസ് ദ ക്യാപിറ്റൽ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ? അതെ, US-ന്റെ ക്യാപിറ്റൽ തന്നെയാണ് വാഷിംഗ്ടൺ DC. അപ്പൊ ഇതെന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലെ? ഇത് ട്രൂ ആണ്. ഇത് ഓൾറെഡി പറഞ്ഞു, ഇത് ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ, പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ നോക്കാം. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ? ഇത് ഫാൾസ് ആണ്. കാരണം എന്താ? കേരളത്തിന്റെ ക്യാപിറ്റൽ ഏതാണ്? ട്രിവാൻഡ്രം ആണ് വരുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂവോ ഫാൾസോ ആയാലും അത് പ്രൊപ്പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു പ്രൊപ്പോസിഷൻ ആണ്. പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. വിൽ ഇറ്റ് റെയിൻ ടുഡേ. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ? ഇത് ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഇത് ട്രൂ ആകാം, അല്ലെങ്കിൽ ചില സമയത്ത് എന്താവാം? ഫാൾസും ആകാം അല്ലെ? അതായത് രണ്ട് ആൻസർ വേണമെങ്കിലും വരാം. ചില ദിവസങ്ങളിൽ ഇത് ട്രൂ ആവാം, ചില ദിവസങ്ങളിൽ ഫാൾസ് ആണ്. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് രണ്ട് ആൻസർ വരുന്നുണ്ട്, ട്രൂവും വരാം ഫാൾസും വരാം. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല? നോട്ട് എ പ്രൊപ്പോർഷൻ ആണ്. ഇതൊരിക്കലും ഒരു പ്രൊപ്പോർഷൻ അല്ല. പ്രൊപ്പോസിഷൻ എന്ന് പറയണമെങ്കിൽ അത് അല്ലെങ്കിൽ ട്രൂ ആകണം അല്ലെങ്കിൽ ഫാൾസ് ആകണം. രണ്ടും എന്റെ കണ്ടീഷൻ എന്തല്ല? പ്രൊപ്പോർഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, വിച്ച് ഓഫ് ദീസ് സെന്റൻസ് ആർ പ്രൊപ്പോർഷൻസ്? വാട്ട് ആർ ദ ട്രൂത്ത് വാല്യൂസ് ഓഫ് ദോസ് ദാറ്റ് ആർ പ്രൊപ്പോസിഷൻ? ഈ ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ട്രൂ ഫാൾസ് എഴുതിയില്ലേ, അതിന് തന്നെയാണ് ട്രൂത്ത് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, 1 + 1 = 2. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ? ഇത് ട്രൂ ആണ് അല്ലെ? ഇത് ട്രൂ ആയതുകൊണ്ട് തന്നെ ഇത് പ്രൊപ്പോസിഷൻ ആണോ? അതെ, യെസ്, ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ, ഇതൊരു പ്രൊപ്പോസിഷൻ ആണ്. ഇതൊരു പ്രൊപ്പോസിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. 2 + 2 = 3 ആണോ? അല്ല. കാരണം വെച്ചാൽ 2 + 2 = 4 ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാലും ഇത് പ്രൊപ്പോസിഷൻ ആണ്. കാരണം എന്താ? ട്രൂവോ ഫാൾസോ വന്നാൽ പ്രൊപ്പോസിഷൻ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ? ഓക്കെ, വാട്ട് ടൈം ഈസ് ഇറ്റ്? ഇത് പ്രൊപ്പോർഷൻ ആണെന്ന് ഇത് ട്രൂ ആണ് ഫാൾസ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതൊരു സെന്റൻസ് അല്ല അല്ലെ? സെന്റൻസ് അല്ല മീൻസ് സെന്റൻസ് ദാറ്റ് ഡിക്ലെയർ എ ഫാക്ട്. ഇതൊരു ഫാക്ടിനെ കുറിച്ചാണ് പറഞ്ഞത്? അല്ല. ഓക്കെ, ഇതൊരു ഫാക്ടിനെ കുറിച്ചല്ല പറഞ്ഞത്. ഈ ക്വസ്റ്റ്യന് നമുക്ക് ട്രൂ ആണോ ഫാൾസ് ആണെന്ന് ആൻസർ ചെയ്യാൻ പറ്റുമോ? അല്ല. അതുകൊണ്ട് തന്നെ ഇതും എന്തല്ല? നോട്ട് പ്രൊപ്പോസിഷൻ ആണ്. നോട്ട് പ്രൊപ്പോർഷൻ ആണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടാണ് വാട്ട് ടൈം ഈസ് ഇറ്റ് പ്രൊപ്പോർഷൻ അല്ല എന്ന് പറയാൻ കാരണം? ഇതൊരിക്കലും ഒരു ഫാക്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാൻ കഴിയില്ല. റീഡ് ദിസ് കെയർഫുള്ളി. ഇതേപോലെ തന്നെ മേലത്തെ പോലെ തന്നെയാണ് ഈ എക്സാമ്പിളും. അതായത് ഇതൊരു ഫാക്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല? നോട്ട് പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, നോട്ട് പ്രൊപ്പോസിഷൻ ആണ്. നോട്ട് പ്രൊപ്പോസിഷൻ. ഓക്കെ, ഇനി അടുത്തത് നോർമൽ ഗ്ലാസ് ഈസ് അൺബ്രേക്കബിൾ. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ? നോർമൽ ഗ്ലാസ് ഈസ് അൺബ്രേക്കബിൾ. സാധാ ഗ്ലാസ് നമുക്ക് അൺബ്രേക്ക് ചെയ്യാൻ പറ്റൂലേ? ബ്രേക്ക് ചെയ്യാൻ കഴിയില്ലേ സാധാ ഗ്ലാസ്? യെസ്, ബ്രേക്കബിൾ ആണ്. അപ്പോൾ അൺബ്രേക്കബിൾ ആണെന്ന് പറഞ്ഞത് എന്താണ്? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ, ഇത് പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ, വാട്ട് ടൈം ഈസ് ഇറ്റ്? ഓക്കെ, ഇത് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ഇത് വേണ്ട. ഓക്കെ, എത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ നോക്കിയത് പ്രൊപ്പോർഷൻ ആണ്. വാട്ട് ഈസ് എ പ്രൊപ്പോർഷൻ?
പ്രൊപ്പോർഷൻ ട്രൂ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അത് പ്രൊപ്പോർഷൻ ആണോ അല്ലേ എന്ന് നോക്കാൻ പഠിച്ചു. എത്ര ഉള്ളൂ ഈ ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ വരുന്നത്. ഇനി റിമൈനിങ് ടോപ്പിക്സ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതിൽ ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പ്രൊപ്പോർഷൻ എന്താണ്, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് കണ്ടുപിടിക്കലാണ് പ്രൊപ്പോർഷൻ. ട്രൂവോ ഫാൾസോ വരികയാണെങ്കിൽ മാത്രമാണ് അത് പ്രൊപ്പോർഷൻ. രണ്ടും വരുന്ന കേസ് എന്തല്ല, പ്രൊപ്പോർഷൻ അല്ല. നമ്മൾ അത്യാവശ്യത്തിന് എക്സാമ്പിൾ ചെയ്തു. എക്സാമിൽ സാധാരണ 3 മാർക്സിനൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റ് സെക്ഷൻ ചോദിച്ചാൽ മതി. ഓക്കെ, പ്രൊപ്പോർഷൻ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സമ്മറി പോലെ ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫാക്റ്റ് ആയിരിക്കണം, അറ്റ് ഈസ് എയ്തർ ട്രൂ അല്ലെങ്കിൽ ഓർ ഫാൾസ് ആയിരിക്കണം, ബട്ട് നോട്ട് ബോത്ത്. രണ്ടും വരുന്ന കണ്ടീഷൻ ഒരിക്കലും ആവരുത്. നമ്മുടെ ആൻസർ എന്തായിരിക്കണം, ട്രൂ ആകണം, ഫാൾസ് ആകണം. ഓക്കെ, പിന്നെ ഇതിൽ ട്രൂത്ത് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ട്രൂ ഫാൾസിനെയാണ് ട്രൂത്ത് വാല്യൂ എന്ന് പറയുക. ഓക്കെ, എത്രയുമാണ് പ്രൊപ്പോർഷനിൽ വരുന്നത്. റിമൈൻ ടോപ്പിക്സ് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.